ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ക്രീമായിട്ടുള്ള കറി ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അത്രക്കും ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ മതി കേട്ടോ. അതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള വലിയൊരുള്ളി, മീഡിയം സൈസ് ആണെങ്കിൽ 2 എടുത്താൽ മതി, വലുതാണെങ്കിൽ 1 എടുത്താൽ മതി. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഓയിലിടുക. കുറച്ച് കൂടുതൽ ഓയിൽ തന്നെ എടുക്കുക കേട്ടോ. അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ബ്രൗൺ കളറാകുന്നവരെ ഫ്രൈ ആക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളക് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് വേണം ഉള്ളിയും പച്ചമുളകൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നന്നായിട്ട് ഫ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കുക. ഒരു 7-8 ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഒന്നും കൂടി. അതിൻ്റെ കൂടെ കുരുമുളക് ചേർത്തിട്ടുണ്ട്. ഫുള്ളായിട്ടുള്ള കുരുമുളകാണ് കേട്ടോ. ഇനി അത് മാറ്റിയെടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നുള്ളത് സെയിം പാനിൽ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇനി ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതേ പാത്രത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു 1/4 കിലോ ചിക്കൻ അത്ര എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ക്വാണ്ടിറ്റിയും നിങ്ങൾ കൂട്ടിയെടുക്കുക. പിന്നെ ചിക്കൻ എടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം ഓയിലിലേക്ക് തന്നെ. ഇനി ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് വെക്കാം. നമ്മൾ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ്റെ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയാണ് ആദ്യം ചെയ്തെടുക്കുന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ മസാലയിലല്ലേ, ഇത് ബട്ടറിൽ തന്നെ മെൽട്ടായിട്ട് വേണം നമ്മൾ വെന്തിട്ട് വരണം നമ്മുടെ ചിക്കൻ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്നെടുക്കുക. ഇനി നമ്മളാണ് സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഏകദേശം നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് വെക്കാം. കാരണം ഇതൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി 2 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറക്കുക. തുറന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തിട്ടില്ലേ, അത് ഇതിലിട്ടിട്ട് ഒന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടോ, നമ്മൾ സിമ്പിളാണ് കറി, അത്രക്കും ടേസ്റ്റും കൂടിയാണ്. കണ്ടോ, നല്ല ക്രീമായിട്ടുള്ള കറിയാണ് വരുന്നുള്ളത്. കണ്ടോ, ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണോ നോക്കുക. ലാസ്റ്റ് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം, ഒരു 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രീമി ആയിട്ടുള്ള ചിക്കൻ്റെ കറി, തക്കാളിയൊന്നും ഇല്ലാത്ത ചിക്കൻ കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ദോശ, ചപ്പാത്തി, പത്തൽ എല്ലാത്തിൻ്റെ കൂടെയും കൂട്ടാവുന്നതാണ് കേട്ടോ.